സുബോധ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഇന്ന് വിഷയം കിട്ടിയിരിക്കുന്നത്. സുബോധ ജീവിതത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊന്നിനും വേറെ പ്രാധാന്യം ഇത്രത്തോളം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം സുബോധ ജീവിതം എന്ന് പറയുന്നത് സൗണ്ട് വളരെ കുറവാണല്ലോ. സൗണ്ട് കുറവാണോ? ഈ ഒരു ശബ്ദത്തിൽ പറയാമോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ട്, പക്ഷെ ഭയങ്കര സൗണ്ട് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നു. ആ, ഒരു മിനിറ്റ്. അത് വേറെ എല്ലാവരും മൈക്ക് അങ്ങ് മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇപ്പോഴോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനൊന്നും കൂടെ പറയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സുബോധ ജീവിതത്തിൽ പിന്നെ നമ്മുടെ പടികൾ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാനെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ പടികളല്ലാതെ മറ്റൊന്നും എക്ക് സുബോധ ജീവിതത്തിൽ നൽകാനില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം തുടക്കകാലങ്ങളിലൊക്കെ റിക്കവറിയുടെ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒക്കെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ അല്ലെങ്കിൽ പരിചയപ്പെടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ അനുഭവം, ശക്തിയും പ്രതീക്ഷയൊക്കെ തന്നെയാണ്, പങ്കുവയ്ക്കലിലൂടെ തന്നെയാണ് അന്നത്തെ കാലത്തൊക്കെ പിടിച്ചിരിക്കാൻ സാധിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കലില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വെറും അനുഭവം പങ്കുവെച്ച് പോവുക, ആ ഒരു രീതി തന്നെയായിരുന്നു. കാരണം അത് ഒരു പകർന്നു കിട്ടിയ ഒരു അനുഭവമാണ്. കാരണം മറ്റുള്ളവർ അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ ആ രീതിയിലുള്ള ഷെയറിങ്ങുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം. എന്താണെന്നറിയില്ല, ആ ഷെയറിങ്ങിലൂടെയൊക്കെ തന്നെ കുറെ കാലമൊക്കെ കുടിക്കാതിരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കുടിക്കാതെ മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതിന് ശേഷം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു ശക്തിയോ പ്രതീക്ഷയോ ഒക്കെ വളരെ ശക്തമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടാൻ സാധിച്ചില്ല എന്നാണ് വേണമെങ്കിൽ പറയാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാരീരിക സുബോധാവസ്ഥ ആണ് ലഭിച്ചതെന്നൊക്കെയാണ് പല അന്നുള്ള സംസാരിക്കുന്ന പഴമക്കാരും മറ്റുള്ളവരൊക്കെ അടയാളപ്പെടുത്തിയ കാര്യം അതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാരീരിക സുബോധാവസ്ഥയും കിട്ടാതിരുന്ന കാലമാണത്. കാരണം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കുക, പിന്നെ കണ്ടമാനം സിഗരറ്റ് വലിക്കുക, പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ അസമയങ്ങളിൽ ഭക്ഷണം ധാരാളം കഴിക്കുക തുടങ്ങിയിട്ടൊരു മനുഷ്യൻ്റെ ശരിയായ ദിനചര്യകളൊന്നും എനിക്ക് ബാധകമല്ലാത്തൊരു സമയമായിരുന്നു. അപ്പം എനിക്കതൊരു ശാരീരിക സുബോധാവസ്ഥ എന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം മദ്യപിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അത് ശരീരത്തെ അങ്ങനെ സുബോധവാനാക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. മാനസികമായും ആത്മീയമായിട്ടും യാതൊരു രീതിയിലും എവിടെയും പുരോഗതി പോയിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും ശക്തിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സന്ദർഭത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പടികൾ, അതായത് എയുടെ തത്വങ്ങൾ ഉള്ളിലേക്ക് കടന്നു വന്നത്. ഉള്ളിലേക്ക് കടന്നു വരാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തുടക്കകാലത്ത് തന്നെ എനിക്ക് എല്ലാവരുമായും അംഗങ്ങളുമായും ഇടപഴകാനൊന്നും വല്ലാതെ സാധിച്ചിരുന്നില്ല. കുറച്ച് വ്യക്തികളോടോ അല്ലെങ്കിൽ അംഗങ്ങളോടൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് ഇടപഴകുകയും മറ്റുള്ളവരോടൊക്കെ അത്ര സ്വതന്ത്രമായിട്ട് ഇടപഴകാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെയൊക്കെ പഴമക്കാരൻ പറഞ്ഞതുപോലെ ആ വർഗ സ്വഭാവം വന്നിട്ടില്ല. ഒരു വർഗമാണെന്നുള്ളൊരു തോന്നലൊന്നും അന്നില്ല. അതിൽ തന്നെ വളരെ സെലക്റ്റീവ് ആവുന്ന ഒരു രീതിയാണ് അന്ന് തോന്നിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള കുറച്ച് ആൾക്കാരുടെ ആ ഒരു മിങ്കിളിങ്ങിന് ഇങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവരെ എനിക്ക് ഓവറായിട്ട് ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അടുക്കാനോ മിങ്കിൾ ചെയ്യാനോ കഴിയാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ അന്ന് സംശയ നിവാരണം വരുത്തുന്നവരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ വ്യക്തികളെ നോക്കണ്ട, തത്വങ്ങൾക്കാണ് പ്രാധാന്യം. ഷാജി ഇതിലേക്ക് കടന്നു വന്നത്
മദ്യത്തിൽ നിന്ന് മാറി നിന്നൊരു ജീവിതം നയിക്കാനാണ്, അല്ലെങ്കിൽ ഒരു സുബോധ ജീവിതം നയിക്കാനാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ത് നിർദ്ദേശിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വ്യക്തികളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളുടെ രീതികളോ ഒക്കെ ഇങ്ങനെ കാണുക, അതിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാത്തത് അതേപോലെ ഉപേക്ഷിക്കുക. അതിലെ വ്യക്തികളെ നോക്കിക്കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഈ കൂട്ടായ്മയെ ഒരിക്കലും വിലയിരുത്തരുത് എന്നൊരു സന്ദേശം അന്ന് ലഭിച്ചിരുന്നു. അങ്ങനെ വിലയിരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ റിലാപ്സായൊക്കെ തിരിച്ചു പോകുമായിരുന്നു. കാരണം യോജിക്കപ്പെടാനാവാത്ത ഒരുപാട് വ്യക്തികളുടെയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു തുടക്കകാലത്ത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു പിടിവള്ളി വളരെ ശക്തമായിട്ട് പിടിക്കാൻ പിന്നീട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം വ്യക്തിയല്ല, ആൽക്കഹോളിക്സ് അനോണിമസിൽ പല വ്യക്തികളും വരും, പല രീതിയിലുള്ളവർ വരും, പല രോഗ കൂടുതലുള്ളവർ വരും, പല രോഗ കുറവുള്ളവർ വരും, അങ്ങനെ പല രീതിയിലുള്ളവരുണ്ടാവും. അവരുടെ ഒന്നും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല എൻ്റെ സുബോധത്തിലേക്കുള്ള വഴി. അതിന് ശരിക്കും പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസ് വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു ദിശ സൂചികയായിട്ടുള്ള 12 പടികളായിട്ടുള്ള തത്വങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മനസ്സിലാക്കലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇത് കൃത്യമായിട്ടൊരു ആരും പറഞ്ഞു തന്ന അങ്ങനെ ശിക്ഷണത്തിലൊന്നും അന്നത്തെ കാലത്തൊന്നും പടി അങ്ങനെ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും മുതിർന്നിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെതായിട്ടുള്ള മനസ്സിലാക്കലുകൾ അത് വായിക്കുക, അതറിയുന്നവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ പോയത്. എന്തായാലും 1 മുതൽ 3 പടികൾ കൃത്യമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് അത് പിന്നെ സ്വീകരിക്കാനും അതനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഓരോ അടിയിൽ വെക്കുമ്പോഴും അത് കൃത്യമായിട്ട് ഓർമ്മ വെക്കാനും ഒക്കെ സാധിച്ചിരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലൊരു സമീപനം ഉള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ശരി, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏതോ ഒരു ഷെയറിങ്ങിൽ കേട്ട ഒരു ശക്തമായ വാക്കാണ് 1-ാം പടിയിലേക്ക് നയിച്ചത്. ആ ഷെയറിങ്ങിൽ പറഞ്ഞൊരു വാക്ക്, അംഗം പറഞ്ഞ വാക്ക്, 100% മദ്യത്തിന് മുമ്പിൽ ശക്തിയില്ല, ശക്തിഹീനാണെന്ന് സമ്മതിച്ച് സ്വീകരിച്ച് കീഴടങ്ങുന്നൊരു മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വീണ്ടും കുടിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ എത്തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടായാലും ഒരു പക്ഷേ അയാൾ കുടിക്കുകയില്ല എന്നുള്ള ഒരു ഷെയറിങ് എനിക്ക് കേട്ടു. എൻ്റെ ആദ്യത്തെ ഒരു പടിയിലേക്കുള്ള ഒരു സൂചനയായിരുന്നു അത്. കാരണം മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണ് എന്നൊക്കെ ഞാൻ ഷെയർ ചെയ്യും പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം അത് സമ്മതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അത്രയ്ക്കായിട്ടില്ലെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിച്ചു, ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി മരണത്തോട് മല്ലിട്ട് കടന്നു വന്ന ഒരാൾ എന്ന നിലയിൽ ആണെങ്കിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സന്തോഷകരമായിട്ടും അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടും ആഘോഷിച്ചൊക്കെ മദ്യപിച്ച കാലങ്ങളുടെ ഓർമ്മകളൊക്കെ കൊണ്ടു നടക്കുകയാണ്. അതൊരു ചുരുങ്ങിയ ഓർമ്മകളെ ഉണ്ടാവുള്ളെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ഓർത്തെടുക്കാനാണ്. എൻ്റെ കഴിഞ്ഞകാല ചെയ്തികളിലുള്ള വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തറ പറ്റിയ ഒരു മുഹൂർത്തങ്ങളും എനിക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ താല്പര്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിലെത്തുമ്പോൾ മാത്രം അടുക്കും ചിട്ടയായിട്ട് ഷെയറിങ്ങിലേക്ക് ഉപയോഗിക്കാൻ മാത്രം എടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിൻകാലങ്ങളിൽ എനിക്കത് വളരെ വ്യക്തമായിരുന്നു, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അതല്ല, കൃത്യമായിട്ട് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, എനിക്ക് എന്നെ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളൊരവസ്ഥ 1-ാമത്തെ പടിയിൽ എനിക്ക് മനസ്സിലായി. ഞാൻ മറ്റാരെയും ബോധിപ്പിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ എന്നെ വളരെയധികം ബോധിപ്പിച്ച് എനിക്ക് തന്നെ സമ്മതിച്ച് ഞാൻ തന്നെ സ്വീകരിച്ച് ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ് അത് എന്ന് മനസ്സിലായി. അത് മനസ്സിലാവുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അപകടങ്ങളും അതിൻ്റെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ധാരാളം ഉണ്ടായി. പക്ഷെ എന്ന് അത് മനസ്സിലാക്കിയോ, ഞാൻ 100% ആൽക്കഹോളിക്കാണ്, 100%, ഇനി 1% പോലും ബാക്കിയില്ല, ഒരു മദ്യാസക്തനാണ് എന്ന് മനസ്സിലാക്കി സ്വീകരിച്ചതിന് ശേഷം ഇന്ന് വരെ മദ്യം ഒരു പ്രശ്നമായിട്ടില്ല. മദ്യത്തിന്റെ പല വേളകളും വേദികളും ആഘോഷങ്ങളും അതും ഇതിലൊക്കെ അത് ഈ അടുത്ത കാലത്താണ്, തുടക്കകാലത്തല്ല. അതിനുശേഷം പിന്നീടൊക്കെ കടന്നു പോകാനും ആയിട്ട് സഞ്ചരിക്കാനൊക്കെ സാധിക്കുമ്പോഴും അതൊരു ആകർഷണമായിട്ട് തോന്നാതെ മാറി നിന്ന് ജീവിക്കാൻ ഈ 100% സ്വീകരിക്കൽ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായിട്ട് ജീവിതം അനിയന്ത്രിതമായി പോയി, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ള ആ ഒരു വാക്ക് അത് വളരെ വൈകിയാണ് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞ എല്ലാ രീതിയിലും കടന്നു വരുന്നത്.
ഈ അൺമാനേജബിലിറ്റി എന്നുള്ള വാക്ക് ഒരു മാനേജറെ വെച്ച് ശരിയാക്കാൻ കഴിയില്ല എന്ന് പിൻകാലത്താണ് മനസ്സിലായത്. അവനവൻ്റെ ജീവിതത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അവനവൻ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ വ്യക്തമായിട്ട് അത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കുറച്ച് വൈകി. എങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അൺമാനേജബിലിറ്റികൾ ഞാൻ തിരിച്ചറിഞ്ഞു. നന്നായിട്ട് പറയുകയാണെങ്കിൽ 35 മിനിറ്റ് ഒന്നും പോരാ ഒരു പടി പറയാൻ. അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ല. എങ്കിലും ജീവിതത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത അവസ്ഥ എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജീവിതത്തെ വേറെ ചില മേഖലകളിലാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ആവശ്യമുള്ള മേഖലകളിൽ നിയന്ത്രണമില്ലായ്മയും ആവശ്യമില്ലാത്ത മേഖലകളിൽ അധിക നിയന്ത്രണമൊക്കെ ആയിരുന്നു എൻ്റെ പ്രശ്നം. ഏത് സമയത്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് സമയത്ത് ചെയ്യാതിരിക്കണമെന്നോ എന്നുള്ള കാര്യങ്ങളിലുള്ള വേർതിരിച്ച അറിവുകളൊന്നും ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും മദ്യം അതിൻ്റെ പവർ കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം ചേരാത്ത അല്ലെങ്കിൽ പൊതുവിൽ അംഗീകരിക്കപ്പെടാത്ത ചില ജീവിത സ്വഭാവ പ്രശ്നങ്ങളുടെ ഒരു ബാക്കി പത്രമായിട്ട് ഞാൻ മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നും മുന്നോട്ട് വരാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളിൽ ഏറ്റവും തടസ്സമായിട്ട് നിന്നത് ദൈവത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. എനിക്ക് പ്രഖ്യാപിതമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജന്മന എനിക്ക് സൗജന്യമായിട്ട് കിട്ടിയ ദൈവങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാരിലും വലിയ താല്പര്യമില്ല. അങ്ങനെ പോവാണ്. എന്നാൽ പിന്നെ അതിനെതിരെ പടനയിക്കണ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇതിലൊന്നും താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ എൻ്റെ അനിയന്ത്രിതമായ ജീവിതത്തിൽ എന്നെ സുബോധവാനാക്കാൻ എന്നേക്കാൾ ഒരു വലിയ ശക്തിക്ക് പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ള ആ രണ്ടാമത്തെ പടി ഒരു കീറാമുട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്ക് പല ഷെയറിങ്ങുകൾക്കിടയിൽ ഒരു പഴമക്കാരൻ പറഞ്ഞു പഴംപൊരിയാണ് അയാളുടെ അതീതമായ ശക്തി എന്നൊക്കെ ഉള്ള ഷെയറിങ് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി. ചൂട് പഴംപൊരിയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു താഴെ ഇട്ടു പോകുമെന്ന് പറഞ്ഞു, കൈ പൊള്ളിപ്പോവില്ലേ. അപ്പോൾ ഒരു ചൂട് പഴംപൊരി വരെ എന്നെക്കാളും വലിയ ശക്തിയാണ് എന്നൊക്കെ അയാൾ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഷെയറിങ്ങുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് എന്നെക്കാളും ശക്തിയുള്ള പലതുമുണ്ട്. എന്നെക്കാളും ശക്തിയുള്ള മനുഷ്യന്മാരുണ്ട്, എന്നെക്കാളും ശക്തിയുള്ള മൃഗങ്ങളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്. ഒരു മരം അതിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീണാൽ തന്നെ ഞാൻ തീരും. അപ്പോൾ ഒരു നിസ്സാരനായ എനിക്ക് എന്നേക്കാൾ അതീതമായൊരു ശക്തി എന്ന നിലയിൽ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ ഒരുപാട് സംഗതികളുണ്ട് എന്ന് മനസ്സിലാക്കപ്പെട്ടത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രണ്ടാമത്തെ പടിയിലൂടെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെ അതീതമായൊരു ശക്തിയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ചവിട്ടുപടിയായിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ പടിയെ ഞാൻ എടുത്തു എന്നാണ് പറയാം. അങ്ങനെ രണ്ടാമത്തെ പടിയിലൂടെ എൻ്റെതായി മനസ്സിലാക്കിയ ചില ശക്തികളിലൂടെ ആ ശക്തികൾക്ക് എന്നെ സുബോധവാനാക്കാൻ കഴിയും എന്നൊക്കെ ഉള്ള വിശ്വാസത്തിൽ ഞാൻ നീങ്ങി എന്നുള്ളതാണ്. പക്ഷേ അതിലവസാനം പറഞ്ഞൊരു വാക്ക് മാത്രമേ കഠിനമായൊരു സത്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ ഒന്നാമത്തെ പടിയിൽ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലായാലും രണ്ടാമത്തെ പടിയിൽ എഴുതിയിരിക്കുന്ന ഏത് ഭാഷയിലായാലും ഞാൻ അതിനെ വിശ്വസിക്കാൻ ശ്രമിച്ചു, അതിനെ വിശ്വസിച്ചു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ എൻ്റെ വിജയം. കാരണം വിശ്വാസം ആണ് മുന്നോട്ട് നയിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ എയുടെ തത്വങ്ങൾ 1, 2 എന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ പടിയിലെത്തുമ്പോൾ രണ്ടാമത്തെ തത്വത്തെ വിശ്വസിച്ചു, അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് അതിലേക്ക് പറയേണ്ടത്. പിന്നെ മൂന്നാമത്തേലേക്ക് എത്തിയപ്പോഴും വീണ്ടും പ്രശ്നം വന്നു. കാരണം അവിടെ അതീതമായൊരു ശക്തിയൊന്നുമല്ല, കൃത്യമായിട്ട് ദൈവത്തിൻ്റെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എൻ്റെ ഇച്ഛയും ജീവിതമൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിട്ടുകൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥ. എൻ്റെ ഇച്ഛയും ആഗ്രഹങ്ങളൊക്കെയാണ് ദൈവത്തിന് നിരക്കാത്തതാണല്ലോ പലതും. അപ്പൊ പിന്നെ ഇതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ എങ്ങനെ ശരിയാക്കാനല്ലേ, ദൈവം ശരിയാക്കൂ എന്നൊക്കെ ഉള്ള അവസ്ഥ. എൻ്റെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവം എങ്ങനെ ശരിയാക്കുക, അതിലേക്ക് വലിയൊരു വിശ്വാസക്കുറവുള്ള ഒരാളാണല്ലോ ഞാൻ എന്നൊക്കെ ഉള്ള അഭിപ്രായത്തിൽ നിന്നപ്പോൾ ആ പഴമക്കാരുടെ സഹായം ആ മേഖലകളിൽ തേടി എന്നുള്ളതാണ് ആ സമയത്ത്. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു റിലീഫ് കിട്ടുമെന്നാണ്. അവനവൻ ഇത്രയും ഒരു ഭാരെടുത്ത് ചുമന്നിങ്ങനെ നടക്കണേലും നല്ലതല്ലേ ഷാജി ആർക്കെങ്കിലും അത് അല്പ നേരത്തേക്ക് ഒന്ന് ചുമക്കാൻ കൊടുക്കുന്ന ആ അളവിലൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചു. കാരണം എൻ്റെതായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭാവിയെക്കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലയിൽ ഇങ്ങനെ തലയിലിട്ട് ഇങ്ങനെ തലച്ചോറിന് വൃഥാ ഒരു അഭ്യാസം കൊടുത്ത് ബുദ്ധിമുട്ടി കൊണ്ട് നടക്കുന്നതിലും ഭേദം ഏതൊരു സങ്കല്പമായാലും അങ്ങനെ ഒരു സങ്കല്പമുണ്ട് എന്ന് വിശ്വസിച്ച് ആ സങ്കല്പത്തിലേക്ക് വിട്ടുകൊടുത്ത് കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളൊരു പരിപാടിയെങ്കിലും നടക്കൂല എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു നല്ല ആശയമായിട്ടാണ് തോന്നിയത്. എൻ്റെതായിട്ടുള്ള കൊണ്ട് നടക്കുന്ന കുറേ ലോഡ് ഒരു പക്ഷേ ഇത്തരത്തിൽ ഒഴിവാക്കാനല്ല മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ മാറ്റി വയ്ക്കൽ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയപ്പോൾ 3-ാം പടി കഴിഞ്ഞ് 4-ാം പടി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ
സ്പാർക്ക് എന്ന നിലയിൽ ബിഗ് ബുക്കിൽ വായിച്ചിങ്ങനെ വന്നപ്പോൾ അക്കാലത്ത് പഴമക്കാർക്ക് അറിയാം, നമ്മളിവിടെ ഒരു നാടകം, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരു നാടകം നടത്തി. ബില്ലിൻ്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നാടകം നടത്തി. കോഴിക്കോട് തന്നെ ഹാളിലൊക്കെ നാടകം നടത്തി. വർഷങ്ങൾക്ക് മുമ്പാണ്, 10-20 വർഷം മുമ്പാണ്. ആ നാടകത്തിൽ എല്ലാം കാര്യങ്ങളും കഴിഞ്ഞ് ബില്ലും ബോബും ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ് അഭിനയിച്ചത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയതുകൊണ്ട് മുഖമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൽ അവനവൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ദൈവത്തെ സൃഷ്ടിച്ചുകൂടെ എന്നുള്ള ആ ഒരു രംഗം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബില്ലുമായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പം ബില്ല് ഭൗതികമായി ഇതിൻ്റെ ചുറ്റും കെട്ടി ഉയർത്തിയിരുന്ന മഞ്ഞുമലകളൊക്കെ ഉരുകി ഒലിച്ചു, ശരിക്കും സൂര്യപ്രകാശം അടിച്ചു എന്നുള്ള തലത്തിലുള്ള ഡയലോഗ് മറ്റു കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിരുന്നു. അപ്പം അത് ഞാൻ ഒരുവിധം ഒരു സ്ക്രീൻ പ്ലേ ആക്കി എഴുതി തയ്യാറാക്കിയെങ്കിലും ആ വാക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതായത് അവനോ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്താനോ വിശ്വസിക്കാനോ സൃഷ്ടിക്കാനോ എന്തോ ബുദ്ധിമുട്ട് എന്നുള്ള ആ ഒരു ശരിക്കും ബില്ലിൻ്റെ കഥയിലുള്ളൊരു വാക്കിൽ നിന്നാണ് ഒരു പക്ഷേ എൻ്റെ ഇന്ന് വരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിശ്വാസം കടന്നു വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരോടും പങ്കുവയ്ക്കാൻ പോയിട്ടില്ല. ഏത് ദൈവമാണ് എന്ത് ദൈവമാണെന്നൊന്നും പങ്കുവയ്ക്കാൻ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ പോയിട്ടില്ല. പക്ഷേ ശക്തമായിട്ട് വിശ്വസിക്കാൻ പാകത്തിലൊരു ദൈവത്തെ കിട്ടി, അല്ലെങ്കിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ളൊരു വഴിയായി മൂന്നാമത്തെ പടി കഴിഞ്ഞപ്പോൾ. അതായത് ഇച്ഛകളും ആഗ്രഹങ്ങളും വിട്ടുകൊടുക്കാൻ മാത്രമല്ല, മറ്റു പലതിനും ഒരു പക്ഷേ പല രീതിയിലും, അതായത് ഇപ്പോഴൊക്കെ നടക്കുന്ന രീതിയിലൊന്നും അല്ലാത്ത രീതിയിലൊക്കെ ഇടപഴകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. നാലാമത്തെ പടിയെത്തി നിന്നപ്പം കൃത്യമായിട്ട് ഒരു പരിശോധന നടത്തി. അതായത് അതിസൂക്ഷ്മമായും ഭയം കൂടാതെ ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നടത്തി. ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു. ആ സമയത്ത് കുറേയധികം കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യത ഉള്ളത് കൊണ്ടൊക്കെ കുറേയൊക്കെ എഴുതിയൊക്കെയാണ്, ആ നാലാമത്തെ പടി കുറെ എഴുതിയൊക്കെയാണ് അന്ന് ചെയ്തത്. അന്നത് പിന്നെ വളരെ ഓർത്തെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ടിലും അതുപോലെ മറവിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വളരെ പ്രധാനപ്പെട്ട, വളരെ മറ്റുള്ളവർക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ നാലാം പടിയിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ, മറ്റൊരാളുമായിട്ടല്ല അവനവനോട് ചർച്ച ചെയ്യപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നിയതാണ്. നാലാമത്തെ പടി കഴിഞ്ഞപ്പോൾ പുത്തന്നെ ഒരു ഉണർവൊന്നും അല്ല തോന്നിയത്, വളരെ വിഷമം തോന്നി. കാരണം എന്തുകൊണ്ട് ഇങ്ങനൊരു മനുഷ്യനായി എന്നുള്ളത് മാത്രമല്ല, എത്രയോ വർഷം വെറുതെ കൊണ്ട് കളഞ്ഞു. സത്യത്തിൽ എല്ലാ മനുഷ്യർക്കും കിട്ടിയതുപോലൊരു ജീവിതം കിട്ടിയതിന് ശേഷം ഇങ്ങനെ കുറിച്ചും മറ്റു കാര്യങ്ങളിലൊക്കെ വേറെ ഏതൊക്കെയോ ഒരു ചിന്തയിൽ ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ച് കളഞ്ഞൊരു മനുഷ്യനാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. ഇത്രയും വലിയൊരു പലരും പുരാണ സിനിമകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുള്ള രംഗം പോലെ വളരെയധികം ആയുധധാരികളായിട്ടുള്ള യുദ്ധഭൂമിയിൽ യാതൊരുവിധ ആയുധങ്ങളും ഇല്ലാതെ അവശനായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ചിത്രമാണ് ഒരുപക്ഷെ ആ സമയത്തൊക്കെ എനിക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം ഒരു കാറ്റടിച്ചാൽ മതി, ആരൊരു വാളൊന്നും വീശണ്ട മരിച്ചു. അപ്പം അത്രയ്ക്ക് ദുർബലമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നൊക്കെ ഉള്ളൊരു വിഷമവും സങ്കടമാണ് ആ നാലാമത്തെ പടി ശരിക്കും പ്രാക്ടീസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കി തോന്നിയത്, അല്ലെങ്കിൽ ആ ഫീലാണ് ഉണ്ടായത്. പക്ഷേ അഞ്ചാമത്തെ പടി തന്ന ആശ്വാസം അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായും മറ്റൊരു വ്യക്തിയോടും കൃത്യമായി ഏറ്റുപറഞ്ഞു. ഈ 3 കാര്യം ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. ദൈവത്തോട് ഏറ്റുപറയുക എന്നുള്ള ഒരു അവസ്ഥ അതിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഏറ്റുപറഞ്ഞത്. അതൊരു പ്രത്യേക രീതിയിലാണ്, എൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ആ ഏറ്റുപറച്ചിൽ നടത്തി എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഞാൻ ഇത് ആദ്യമേ ഏറ്റുപറഞ്ഞിട്ടുള്ള വിഷമത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ചില കാര്യങ്ങൾ ഒഴിച്ച്, അതായത് അതിരഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് സമൂഹമാണ്, ജീവിക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വിശ്വാസമുള്ള മനുഷ്യരോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റുപറച്ചിൽ കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ആശ്വാസമാണ് തോന്നിയത്. ആശ്വാസം അങ്ങനെ തോന്നിയെന്ന് വെച്ച് മാത്രമല്ല, പഴമക്കാരായിട്ടുള്ള അംഗങ്ങളുടെ സഹായത്തോടുകൂടി സംസാരിച്ചപ്പം അവർ പറയാണ്, ഇതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ്പാണ്. അന്ന് ഖലീലൊക്കെ വായിച്ചതാണ്, പഴയ ജീവിതത്തിൻ്റെ ഒരു ബാക്കി പത്രമല്ല, ഇതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ്പാണ്. അപ്പോൾ ഈ പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ്പിന് പാമ്പ് പടം ഊരി മാറ്റുന്നത് പോലെ ആ പഴയ കാലത്തേക്കുള്ള ചെയ്തികളൊക്കെ ഊരി മാറ്റി
വളരെ ക്ലിയർ ആയിട്ട്, വളരെ ശുദ്ധമായിട്ട്, വളരെ വൃത്തിയായിട്ട് എത്തിയിരിക്കുന്നു. ഇനി ഓരോ കാൽവയ്പ്പുകളും വളരെ സൂക്ഷ്മമായിട്ട് വെച്ചാൽ മതി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ അവനവന് തന്നെ ഒരു പരിശുദ്ധിയൊക്കെ വന്നതുപോലെ തോന്നി. വേറെ ഒന്നുമല്ല, ഒരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പരിശുദ്ധിയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുസ്വപ്നം പോലും ഇല്ലാതെ സ്വസ്ഥമായിട്ട് നേരം വെളുത്ത് സൂര്യപ്രകാശമൊക്കെ അടിച്ച് 8 മണി വരെയൊക്കെ കിടന്നുറങ്ങിയ ദിവസങ്ങളായിരുന്നു അന്ന്. 5-ാം പടി തരുന്ന ഒരു ആശ്വാസമായിരുന്നു. 6-ാമത്തെ പടിയിലെത്തി നിൽക്കുമ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആശ്വാസം ഉണ്ടെങ്കിൽ പോലും മറ്റ് പലതും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ളൊരു ത്വര വരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതായത് എനിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നു, അതാണ് ഏറ്റവും അപകടം. ഞാൻ മോശമായിട്ടാണ് പെരുമാറുന്നത്, എൻ്റെ ചിന്ത മോശമാണ്, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, ഞാൻ തെറ്റായ ചില പ്രവൃത്തികളിലേക്ക് എനിക്ക് ചിന്തകൾ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, മറ്റു മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപെടലുകൾ കുടുംബത്തിലായാലും പുറത്തായാലും ഒക്കെ അത് വളരെ നല്ല ഒരു അവസ്ഥയിലല്ല എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് വളരെ ശക്തമായി എന്നുള്ളതാണ്. കാരണം എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണില്ല. എനിക്കിത് മനസ്സിലാവണമുണ്ട്, ഞാനത് സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ വേറെ ഒരു രക്ഷയില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ദൈവം ശ്രമിച്ചാലും മാത്രമേ ഇത്തരത്തിലുള്ള പലതും മാറാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് 6-ാം പടി മൂലം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതിന് ദൈവം അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ എന്നുള്ള വെല്ലുവിളിയോട് കൂടി ബലം പിടിച്ച് നിൽക്കുകയൊന്നും അല്ല ചെയ്തത്. വളരെ കൃത്യമായിട്ട് ദൈവത്തിന് ആ മാറ്റാൻ കഴിയുമെങ്കിൽ ഞാനത് തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. കാരണം അതിനൊരു വെല്ലുവിളിയുടെ ഭാഷയിലല്ല ശരിക്കും പറഞ്ഞാൽ 6-ാമത്തെ പടിയെ ഉൾക്കൊണ്ടത്. അത് കഴിഞ്ഞ് 7-ാമത്തെ പടിയിലെത്തുമ്പോൾ ഞങ്ങളുടെ അപാകതകൾ മാറ്റുവാനായി ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഓരോ മനുഷ്യനും ഓരോ രീതിയിലായിരിക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഓരോ ഇൻഡിവിജ്വലിനും അത് വ്യത്യസ്തമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു അപേക്ഷയാണ് ഞാൻ ഈ 7-ാമത്തെ പടിയിൽ അപാകതകൾ മാറ്റാനായി അപേക്ഷിച്ചത്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം തറ പറ്റിയ നിലയിലായിരുന്നു എൻ്റെ അപേക്ഷ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഇരിക്കുന്ന സമാധാനവും കിട്ടിയിരിക്കുന്ന സന്തോഷവും കിട്ടിയിരിക്കുന്ന ചെറിയ സുഖവും ഒക്കെ കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ മാറ്റിയാലേ നടക്കുള്ളൂ. അത് മാറ്റി തരാനായിട്ട് ദൈവത്തോട് വിനയപൂർവ്വം തന്നെയാണ്, അഹങ്കാരപൂർവ്വം വെല്ലുവിളിയുടെ ഭാഷയിലല്ല, വിനയപൂർവ്വം തന്നെയാണ് അപേക്ഷിച്ചത്. 8-ാമത്തെ ആയപ്പോൾ ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ തയ്യാറായി. എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടമാനം ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കിട്ടിയ ആൾക്കാരെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം വലിയൊരു ലിസ്റ്റൊന്നും എഴുതിയുണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നും വന്നില്ല. മനസ്സിൽ തന്നെ അറിയാം. ഓരോരുത്തരെയും ഓർമ്മ വരും, ഓരോരുത്തരോട് എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ള വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കൂട്ടത്തിലാണ്. ബോധമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ ഭാര്യ കുടിക്കാത്തത് കൊണ്ട് തന്നെ ഭാര്യയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് എന്താ സംഭവിച്ചത്, എന്താണ് ഒരു തെറ്റുണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പലരോടും പരിഹാരം ചെയ്തിട്ടുണ്ട്. കഴിയുമ്പോഴും പലരോടും പരിഹാരം ചെയ്തു. ചില പരിഹാരങ്ങളൊന്നും സാധ്യമല്ലാതായി വന്നു. കാരണം ഞാനൊരു വർഷം കഴിഞ്ഞ് ഒരു 1.5 വർഷം ആകുമ്പോഴാണ് ഇവിടെ ഒരു കോഴിക്കോട് ഒരു മത്തലയിലൊരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ അസുഖം കൂടി എന്നുള്ള വിവരം അറിയുകയും ഞങ്ങൾ മദ്രാസിലായിരുന്നു മൂപ്പര്. അപ്പം അങ്ങോട്ട് പോവുകയും, പക്ഷെ ആ അസുഖം കൂടിയിരിക്കുന്നു എന്നുള്ളത് അവർ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം അത് മരണവാർത്തയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു. അച്ഛൻ്റെ അടിയന്തര കാര്യങ്ങളൊക്കെ ചെയ്തു. മരണാനന്തര ചടങ്ങുകളൊക്കെ മകൻ എൻ്റെ അനുജനത്ത് ചേർന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ മൂത്ത മകൻ എന്ന നിലയിൽ എനിക്ക് തന്നെയാണ് ചെയ്യേണ്ടി വന്നത്. അപ്പം അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ അച്ഛനോട് ചെയ്ത തെറ്റുകൾക്ക് ഒരു പരിഹാരവും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരോടെല്ലാം അമ്മയോടും ഒക്കെ ഒന്നിച്ച് താമസിപ്പിക്കുകയും അവരുടെ മരണം വരെ അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പരിഹാരങ്ങളും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വാക്ക് പറയുകയാണ്, അച്ഛനോടുള്ള സംഗതി മനസ്സിനകത്ത് ഇങ്ങനെ കിടന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ പോയപ്പം അവിടെ ഒരു പഴമക്കാരനൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പം അയാൾ വളരെ നിസ്സാരമായൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അച്ഛൻ്റെ പ്രായമുള്ളവരൊക്കെ കാണാറില്ലേ ബസ്സിലും അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ മറക്കണ്ട, അതൊക്കെ അച്ഛന് ചെയ്യുന്ന പോലെ ആയിരിക്കും, അങ്ങനെയും പരിഹാരം ചെയ്യാം.
ഒന്നുമില്ലെങ്കിൽ ഒരു 10-75 വയസ്സായ ഒരാൾ വരുമ്പോൾ ബസ്സിന് സീറ്റ് ഒന്ന് എണീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കും കാരണം അവർക്ക് കുഴപ്പമില്ല എന്ന് പറയണതോ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോൾ ചായ കുടിക്കണമെന്ന് ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യുക. അതുമൊക്കെ ഒരു പരിഹാരമാവും ദൈവത്തിന്റെ മുന്നിൽ എന്നൊക്കെ ഉള്ള നല്ല വാക്കുകൾ ആൽക്കഹോളിക്സ് അനോണിമസിനുള്ളിൽ നിന്ന് കേട്ടതുകൊണ്ട് ഈ പരിഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളവരോടൊക്കെ ഒരുവിധമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കാത്തതും പലതുമുണ്ട്. പക്ഷെ സാധിക്കാത്തതൊക്കെ ഈ 9ാമത്തെ പടി എത്തിയപ്പം അതെന്ത് ചെയ്യണമെന്നും മനസ്സിലായി എന്നുള്ളതാണ്. കാരണം പ്രത്യക്ഷമായി പരിഹാരം ചെയ്യുന്ന മൂലം അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു എന്ന് പറയുന്ന 9ാമത്തെ പടി വന്നപ്പോൾ ആശങ്ക അങ്ങോട്ട് മാറിക്കിട്ടി. കാരണം അവർക്ക് ഹാനി ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഹാനി ഉണ്ടാകുന്നതോ ആയ കാര്യങ്ങളാണെങ്കിൽ ഇനി പരിഹാരം ചെയ്ത് അത് പ്രശ്നത്തിലേക്ക് വലിച്ചഴക്കേണ്ടെന്ന് വ്യക്തമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് 9ാമത്തെ പടിയിലൂടെ ആ ഒരു സന്ദേശം തരുന്നത് കൊണ്ട് അത് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുണ്യാളച്ചനായിപ്പോയി, അല്ലെങ്കിൽ എല്ലാം മിസ്റ്റർ ക്ലീൻ ആയിപ്പോയി എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു അലക്കലും കഴുകലും ഒക്കെ വൃത്തിയാക്കലും ഒക്കെ ആണല്ലോ കഴിഞ്ഞത്. അപ്പൊ വൃത്തി കുറച്ച് ഓവറായി പോയെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സൂചന തരുന്നുണ്ട്. ഇത് സ്ഥായിയായി നിലനിൽക്കുന്ന വൃത്തിയല്ല. 10ാമത്തെ പടി സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുണ്യാളച്ചനൊന്നും ആവില്ല, വീണ്ടും തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ വരുമ്പോൾ സ്വന്തമായിട്ട് വിലയിരുത്തൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തെറ്റുകൾ വന്നു കൂടിയിട്ടുള്ളതെന്ന്. ആ തെറ്റുകൾ കഴിയും വിധം ആരെങ്കിലുമൊക്കെ മുന്നിലോ മറ്റു കാര്യങ്ങളിലോ വരുമ്പോൾ സമ്മതിക്കാം, യാതൊരു പ്രശ്നമില്ല. സമ്മതിക്കണേൽ യാതൊരു തെറ്റുമില്ല എന്ന് വേണമെങ്കിൽ ഒക്കെ പറയും. ഇന്നും അത് സമ്മതത്തിന്റെ പാത വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. എതിർക്കുകയും അല്ലെങ്കിൽ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും കൂടുതൽ സമ്മതിക്കേണ്ടത് വളരെ ഇതായിട്ട് തോന്നുന്നു. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴെ കുടിക്കുന്ന കാലത്ത് പൈസയൊക്കെ കടം വാങ്ങാനൊക്കെ പോകുന്ന ഒരു മസാലപ്പീടിയുണ്ട്. അവിടെ ഇപ്പൊ അയാളുടെ മകനാണ് സാധനങ്ങളൊക്കെ എടുത്തു തരുന്നത്. ആ ചെക്കന് ഏകദേശം ഒരു 21 വയസ്സ് 22 വയസ്സ് വരും. അപ്പൊ ഞാൻ ശരിക്കും ഏല് വന്നിട്ട് 23ആയി. ഒരു 8 മാസം കഴിഞ്ഞിട്ട് ഒരു വീഴ്ചയുണ്ട്, 9 മാസം കഴിഞ്ഞിട്ട്. അപ്പം 22 ആവണതേ ഉള്ളൂ. ഈ ചെക്കൻ ഒരു ദിവസം ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പാണ് ഒരു ദിവസം എന്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം മറ്റുള്ളവരൊക്കെ സോഡയൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട്. ആ മലേന്റെ മുകളിൽ അടിക്കാൻ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞ് മലേന്റെ മുകളിലൊന്നും ഇരിക്കാൻ കഴിയില്ല, കാരണം അപ്പുറത്ത് ബാരക്സ് ആണ്. പട്ടാളക്കാർ അവിടെയൊക്കെ കെട്ടി മറിച്ച് അവിടെയൊക്കെ മറ്റേ എന്താണ് പറയുന്നത് സെക്യൂരിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് അടിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ ചർച്ചയാണ്. ഒരു സോഡയൊക്കെ വാങ്ങി പോയപ്പോൾ ഈ ചെക്കൻ എന്നോട് ചോദിക്കുന്നത്, ഷാജിയേട്ടാ നിങ്ങളെ പഴയ താവളായിരുന്നില്ലേ അവിടെ? അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 22 വർഷത്തോളാവും ഈ ഏപ്രിൽ 10-ാം തീയതി ആയാലും. ഈ സംസാരിക്കുമ്പോൾ ഒരു 21 വർഷമായിട്ടുണ്ട് ഈ ചെക്കൻ സംസാരിക്കും. അവന് 21 വയസ്സ്. അപ്പൊ ഇവൻ ജനിക്കണതിന് മുമ്പ് എൻ്റെ കാര്യം അറിഞ്ഞു. കാരണം അവര് മാക്സിമം 6 മാസം 1 വയസ്സുള്ള സമയത്തായിരിക്കും ഞാനൊക്കെ ലാസ്റ്റ് അവിടെ നിന്ന് കുടിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ചെക്കൻ ഇങ്ങനെ പറയാൻ എന്താ കാര്യം എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ആ ചെക്കനോട് ചോദിച്ചു, എടാ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ അറിയും? നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര പാട്ടല്ലേ, നിങ്ങളൊക്കെ ഇവിടെ വെൽസീറ്റുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അവരല്ലേ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, അതൊക്കെ അന്നത്തെ ഒരു കാലം, ഇന്ന് അതിനൊന്നും പോണില്ല, ഒതുങ്ങിയിരിക്കാം. ഇന്ന് നിങ്ങളെ അങ്ങനെ ആരും പറയാം, അത് പഴയ കഥകളാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ പഴയ കഥകള് ഒരാൾ പറയുമ്പോഴും അതിനെതിരെ ഞാനില്ലാതെ വേറൊരാളാണ്, എൻ്റെ അനിയനാണ്, അല്ലെ ഈ കേട്ടത് തെറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ന്യായീകരണങ്ങളൊന്നും അവിടെ ഇല്ല. വളരെ എൻ്റെ മകന്റെ പ്രായമേ ഉള്ളൂ, അവനോട് സമ്മതിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് പിന്നെ അങ്ങനെയല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗഹൃദ സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങൾ സമ്മതിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും വിജയമാണ് കൊണ്ടുതരണം, ഒരു പരാജയവും ഇല്ല. ആദ്യമൊക്കെ പടിയിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ലൈഫ് മൊത്തം പരാജയമായി പോകുന്നു ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നുമല്ല. നമ്മളെ എക്ക് ഉള്ളിലായാലും ശരി എക്ക് പുറത്തായാലും ശരി എവിടെയായാലും ശരി ഇത്തരത്തിലുള്ള സമീപനം ഒരിക്കലും നമുക്കൊരു പരാജയം കൊണ്ടുവരുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ 11 പ്രാർത്ഥന ധ്യാനം എന്നിവയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ടുള്ള സമ്പർക്കം ദൃഢമാക്കാനും ഞങ്ങൾക്ക് വേണ്ടി ദൈവവേദന എന്തെന്ന് അറിയുവാനും അത് നടത്തി കിട്ടുവാൻ വേണ്ട ശക്തി തരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രാർത്ഥന ധ്യാനം എന്നിവയെ കുറിച്ചിട്ടൊരു ബോധമുണ്ടായി. ദൈവത്തോടുള്ള അങ്ങോട്ടുള്ള അപേക്ഷയെ പ്രാർത്ഥനയും തിരിച്ച് ദൈവം എന്താണ് തിരിച്ച് പറയണതെന്ന് കേൾക്കാതെ
പ്രാർത്ഥന മാത്രം നടത്തിയിട്ട് പോകുന്ന ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ കുറച്ച് ഏയിൽ വന്നതിന് ശേഷം. അതല്ല, ദൈവം എന്താ പറയണതെന്നും കൂടെ ശ്രദ്ധിക്കണമല്ലോ എന്ന്. നമ്മൾ കൊടുക്കുന്ന അപേക്ഷയ്ക്ക് കൃത്യമായിട്ട് ദൈവം മറുപടി തരുന്നുണ്ട് എന്ന് മനസ്സിലായി. ആ മറുപടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഓരോ വാക്കുകളിലൂടെ ഓരോ അംഗങ്ങളുടെ ഒരു ചെറിയ ഷെയറിങ്ങിൽ ഒരു വാക്കാവട്ടെ, ഡെയിലി റിഫ്ലക്ഷനിലാവട്ടെ, ഏത് ലിറ്ററേച്ചറിൽ വായിക്കുമ്പോൾ ഉള്ളൊരു സ്ഥലമാവട്ടെ, അവിടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യത്തിന് അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ച കാര്യത്തിന് ഒരു മറുപടി ഉണ്ടാവും. ഞാൻ അന്വേഷിക്കണം എന്നുള്ളത് ബാധ്യസ്ഥതയാണ് എൻ്റെ. അത് ഞാൻ അന്വേഷിക്കാനും തുടങ്ങി. ലിറ്ററേച്ചറിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും എൻ്റെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും ഉള്ള മറുപടി അവിടെ ഉണ്ടതായിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ഇതെൻ്റെ വ്യക്തിപരമായ രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അത് മാത്രമല്ല, ദൈവവുമായിട്ട് സമ്പർക്കം ദൃഢമാക്കുക, ദൈവഹിതം എന്താണെന്ന് അറിയുവാൻ. ഈ സമ്പർക്കം ദൃഢമായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഹിതം ദൈവത്തെ അറിയിക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനെന്നൊരു മധ്യാസക്തൻ സുബോധാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ എത്തരത്തിൽ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദൈവത്തിന് ചില സങ്കല്പങ്ങളും ഇഷ്ടമൊക്കെ കാണും എന്നൊക്കെ മനസ്സിലാക്കാനും സമ്മതിക്കാനും ഒക്കെ സാധിച്ചത് പതിനാമന്തപ്പടിയിലെത്തിയതുകൊണ്ടാണ്. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചിന്തിച്ചതുപോലെ എൻ്റെ അച്ഛനമ്മമാർ ചിന്തിച്ചതുപോലെയോ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ വേറെ ബന്ധുക്കളോ ഒന്നും സ്വപ്നം കണ്ടതുപോലെയോ ഒന്നും ഞാനായില്ല. ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് ആൽക്കഹോളിക് ആവുക എന്നുള്ളത്. ഞാൻ കുടിച്ചിരുന്നപ്പോഴും കുടിച്ച് നല്ല പ്രശ്നത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോഴും ഞാൻ കരുതിയില്ല ഞാനൊരു ആൽക്കഹോളിക്കാണ്, ഞാൻ അതിനുവേണ്ടി ഒരു ചികിത്സയ്ക്ക് പോകേണ്ടി വരും, ഒന്നിലധികം ചികിത്സകൾക്ക് പോകേണ്ടി വരും, ഇനി അതിന് മെന്റൽ അസൈലത്തിൽ വരെ കൊണ്ട് എന്നെ അടയ്ക്കേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള കൂട്ടായ്മയിലെത്തി ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും. ആര് ചിന്തിച്ചു? ഒരിക്കലും എൻ്റെ ഹിതമായിരുന്നില്ല. ഒരിക്കലും എൻ്റെ ബന്ധുക്കളുടെ, എന്നെ ജന്മം നൽകിയ അച്ഛനമ്മമാരുടെ, കൂടെ ജീവിക്കുന്ന ഭാര്യയുടെ, കുട്ടികളുടെ ഒരു ഹിതമായിരുന്നില്ല. അപ്പൊ പിന്നെ ആരെ ഹിതമാണ്? എനിക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ്, ദൈവത്തിന്റെ ഹിതമാണ് നടക്കുന്നത്. അപ്പൊ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ള പണിയല്ലേ ബാക്കിയുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം ദൈവം ഇന്ന് നല്ലത് തന്നാലും ചീത്ത തന്നാലും എന്ത് തന്നാലും രണ്ട് കൈ നീട്ടി വാങ്ങാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായി എന്നാണ്. കാരണം അതിൽ പറയുന്നുണ്ട്, ദൈവഹിതം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ശക്തി തരുവാൻ മാത്രം പ്രാർത്ഥിക്കുന്നു, വേറെ ഒന്നുമില്ല. ഞാൻ പൊള്ളാച്ചിയിൽ പോയിട്ട് ഇന്നലെ എത്തിയത്. പൊള്ളാച്ചിയിൽ ഒരു വർക്ക്ഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാടായിരുന്നു, 2 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അവിടെ വന്നപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു അല്ലനോൺ സ്ത്രീ വന്നിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു വാക്കാണ് മട്ടും. മട്ടും എന്ന് അവർ തമിഴിലാണ് പറയണത്. ഓൺലി, മാത്രം എന്നുള്ള വാക്ക് അത്രയും സ്ട്രെസ് ചെയ്താണ് അവർ പറയുന്നത്. അപ്പൊ അത്രയും അത് ദൃഢമായിട്ട് പറയണം എങ്കിൽ ആ ദൃഢം തന്നെ നമ്മൾ മനസ്സിൽ സ്വീകരിക്കണം. വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ആകെ ഇത് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഒരു പ്രശ്നവുമില്ല. ഇന്ന് കൊടുങ്കാറ്റായാലും ശരി, കൊറോണയായാലും ശരി, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളായാലും ശരി, എന്തൊക്കെ വന്നാലും ഇന്ന് അടിപതറാതെ ഒരു പെഗ്ഗിൽ പോയിട്ട് അവസാനിക്കാതെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ. അത് നടത്താനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന പാസാക്കുന്നുണ്ട്, കൃത്യമായിട്ട് ആ ശക്തി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതവസ്ഥ വന്നാലും ഇന്നൊരു കുടിയിലെത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് 11ാമത്തെ പടി തന്നെയാണ്. അത് തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ചെയ്യുന്നു ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെയും അവസാനിക്കണില്ല എന്നുള്ളതാണ്. പിന്നെ 12ാമത്തെ പടി, അബദ്ധവശാലോ അല്ലെങ്കിൽ എങ്ങനെയായാലും അതിൽ ദോഷമൊന്നും വന്നിട്ടില്ല. തുടങ്ങിയത് 12ലായി പോയി. കാരണം എല്ലാ പടികളും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ സന്ദേശം കൊടുക്കുന്ന പരിപാടിക്ക് കുറേ ഓടി നടന്നിരുന്നു. അത്തരത്തിൽ കുറെ കാര്യങ്ങൾ വലിക്കുകയും ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ അല്ലാതെയും പോയിട്ടുണ്ട്. എന്തായാലും ശരി തന്നെ, ആ നടപടിക്രമം എന്നെ ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. ഈ നടപടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി ഈ തത്വം മറ്റ് മധ്യാസത്തിലേക്ക് എത്തിക്കുവാനും ഈ തത്വങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുണ്ട്. അത് സത്യത്തിൽ ഈ 11 പടികളിൽ നിന്ന് ആത്മീയമായിട്ട് കിട്ടുന്ന ഒരു പ്രചോദനത്തിന്റെ ഫലമായി അല്ലാതെ തന്നെ ഇത് ചെയ്തൊരു പരിപാടിയാണ്. കാരണം ഈ പരിപാടികളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് അതറിയാതെ ചെയ്തു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒരാളെ വിളിക്കുക, ഇത് കാണിച്ചു കൊടുക്കുക, ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതിൽ വളരെയധികം എന്തോ ഒരു ദൈവ സാന്നിധ്യമൊക്കെ ഉണ്ട് എന്ന നിലയിൽ അന്നേ തുടങ്ങിയാണ്. പക്ഷെ ഇന്ന് ഈ പടികളൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷവും സത്യത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് മനസ്സ് നിറയുന്ന അല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു പ്രത്യേക അവസ്ഥയിലൊക്കെ ആവുന്ന ഒരേ ഒരു പ്രവൃത്തി ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള പ്രക്രിയയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതിന് എത്ര ദൂരം സഞ്ചരിക്കാനും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരാളെ വിളിച്ചിട്ട് കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ ഒരാൾ ചോദിച്ചു, എന്താണ് സർവീസും 12ാം പടിയും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പറഞ്ഞു,
അത് മെസ്സേജ് അറ്റ് ലാർജ് കൊടുക്കാൻ വേറെ വഴിയില്ല. ഓരോരുത്തർ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ നടക്കും. അപ്പം അനവധി ആൾക്കാരിൽ ഇത് എത്തിച്ചേരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രവർത്തനവും മൊത്തമായിട്ടുള്ള ഈ മെസ്സേജ് കൊടുക്കൽ പ്രക്രിയയിലൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവീസിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഈ മദ്യാസക്തർക്ക് സന്ദേശം എത്തിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതായാലും, അത് നേരിട്ട് പോയിട്ടുള്ള 12-ാം പടിയായാലും ഒരു ഗ്രൂപ്പ് നടക്കുന്നതിന് കൃത്യമായിട്ട് അത് കാത്തു സൂക്ഷിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രക്രിയ ആയാലും, ഇനി അതല്ല സേവന വ്യവസ്ഥിതികളിലൂടെ ഉള്ള പ്രവർത്തനങ്ങളായാലും, എന്തായാലും ഒരു മദ്യാസക്തന് എന്തെങ്കിലും സഹായം ലഭിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളൊരു കാര്യം ഏറ്റവും ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു പദ്ധതിയായിട്ടും ഞാൻ ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ തത്വങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഓരോ വാക്കും ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ സംസാരിക്കാനുള്ള വാക്കുകളാണ്. പക്ഷെ ചുരുക്കത്തിൽ ഓടുക എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കാൻ ശ്രമിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എയ്ക്കുള്ളിൽ മാത്രം പോരാ, എക്കാരുടെ ഇടയിൽ മാത്രം പോരാ, ഇത് സമൂഹത്തിൽ, ബന്ധുക്കളിൽ, കുടുംബാംഗങ്ങളിലെല്ലാം ഈ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ചിത്രം മനസ്സിൽ കാണുമ്പോഴൊക്കെ വലിയൊരു പരാജിതന്റെ രൂപമായിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്തൊരു മനുഷ്യനായിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനൊക്കെ പെട്ടെന്ന് ചിന്തയിൽ വരും. പക്ഷെ ഒന്നുമല്ല, വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന, ശാന്തമായിട്ടുള്ള, സമാധാനമായിട്ട് ജീവിക്കുന്ന, സുബോധത്തിന്റെ എല്ലാ തെളിവുകളോടും ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, വിശ്വസിക്കുമെന്ന് മാത്രമല്ല, സമൂഹത്തിലായാലും ശരി, കുടുംബത്തിലായാലും ശരി, എവിടെയായാലും അതിൻ്റെ ചുമതലകളൊക്കെ അവർ കൃത്യമായിട്ടും ധൈര്യമായിട്ട് ഏൽപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കാൻ ഏറ്റവും അനിവാര്യമായൊരു കാര്യം ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാനാണ്. പുറത്തും അകത്തും ജീവിച്ചിരിക്കുന്ന എല്ലാ ഇടപാടുകളിലും അത് പാലിക്കുക എന്നുള്ളതാണ്. അത് പാലിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റാരെന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ വിഷയമല്ല. നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊരു വിഷയമാണ്. നമ്മളെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളതൊരു വിഷയമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ മാത്രമേ അതിനുള്ളിലുള്ളൂ. അപ്പോൾ അത് മറ്റ് വ്യവഹാരങ്ങളിലും ഈ തത്വങ്ങളിലൂടെ ഉള്ളൊരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ സുബോധവും ഉള്ളൊരവസ്ഥയായിട്ട് മാറുന്നു. അത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ സന്തോഷം തരുന്ന ഒരവസ്ഥയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിക്കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാനും ഒരു ശ്രമം നടത്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിജയമാണെന്നാണ് തോന്നുന്നത്. എല്ലാത്തിനും സ്വതന്ത്രമായിട്ട് ഒരു ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനും, എന്നാൽ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫ്രെയിമിന്റെ പുറത്തേക്ക് ചാടി പോകാതെ ഇരിക്കാനും വളരെയധികം ശ്രദ്ധിച്ചത് കൊണ്ട് ഒരു പക്ഷേ ഒരു ഗുണത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു തീരുമാനം ആരെങ്കിലും പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക അങ്ങനത്തെ നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിലൊക്കെ തികച്ചും സ്വതന്ത്രമായിട്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏത് തത്വങ്ങളായാലും ആ തത്വങ്ങളുടെ ഫ്രെയിമിന് പുറത്തേക്ക് ചാടിപ്പോകുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് രക്ഷപ്പെട്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം, ഞാൻ രക്ഷപ്പെട്ടു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇനിയും ആളുകൾ വരും, കുറെ പേര് വന്നു, കുറെ പേര് പോകുന്നു, ഇനിയും വരും, ഒക്കെ വരും. ആൽക്കഹോളിക്സ് അനോണിമസിന് അവസാനമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഷാജി എന്നുള്ളൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു അവസാനം ഉണ്ടല്ലോ. അപ്പൊ അതുവരെ പോകാൻ വേണ്ടിയിട്ടുള്ള സുബോധത്തിന്റെ അവസ്ഥകൾക്ക് വേണ്ടിയിട്ട് ഞാനിത് കാത്തു സൂക്ഷിച്ചേ മതിയാവും, ഞാനിത് പരിപാലിച്ചേ മതിയാവും, ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ജീവിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ കുടി നിർത്തിയത് എനിക്ക് വേണ്ടിയാണ്. കുടി നിർത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ഇത്തരം തത്വങ്ങളിലൂടെ ഇന്ന് ജീവിക്കുന്നതും എനിക്ക് വേണ്ടിയുള്ളതാണ്, വേറൊരാൾക്ക് വേണ്ടിയിട്ടില്ല, എനിക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നല്ല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നല്ല സന്തോഷത്തിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി എൻ്റെ ചുറ്റിലുമുള്ളവർക്കും കൂടെ സാധിക്കുന്നുള്ള സന്തോഷം കൂടിയുണ്ട്. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പറയാൻ സാധിച്ചതിൽ സന്തോഷം. കൂടെ വരാനോ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനും സാധിച്ചതിന് നന്ദി. നമുക്കെല്ലാവർക്കും ദൈവം സുബോധത്തിൻ്റെ നല്ല നാളുകൾ മാത്രം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, Shaji. Thank you very much.
വളരെ സന്തോഷം. നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ സ്റ്റാർ ഗ്രൂപ്പിൽ ആദ്യം ഒരു ഷെയറിങ് കഴിഞ്ഞിട്ട് പിന്നീട് ജനറൽ ഷെയറിംഗ് ആണ്. നമ്മൾ എന്തായാലും ഈ ആഴ്ച 11ാം പടി എന്നുള്ളതാണ്. അത് ഒരു അത് തന്നെ ആവണമെന്നില്ല, ഒരു ജനറൽ ഷെയറിങ്. ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു വിർച്വൽ ഹാൻഡ് റൈസ് ചെയ്യാനായിട്ട്. അങ്ങനെ കൈ പൊക്കുന്ന ഒരു ഇതിടുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പേര് വിളിക്കാതെ വരാം, അത് ആ പേര് വിളിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് ഒരു 6-7 മിനിറ്റ് വെച്ച് നമുക്കൊരു 5-8 ഷെയറിങ് നമുക്ക് കേൾക്കാനുള്ള സമയമുണ്ട്. പ്ലീസ് വരിക. ഹലോ, യെസ് പ്ലീസ്. സുഹൃത്തുക്കളെ നമസ്കാരം. മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹം കൊണ്ട് മേയുടെ കൂട്ടായ്മയാണ്. ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. ലതീഷ്. അപ്പം 11ാം പടിയെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. അതിനു മുമ്പ് ലതീഷ് ബ്രേക്ക് ആവുന്നല്ലോ, ബ്രേക്ക് ആവുന്നു മ്യൂസിക്. ഇപ്പോഴോ? ഇപ്പം കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഏതായാലും ഷാജേട്ടൻ 10-30 മിനിറ്റ് നമ്മുടെ പടികളുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആസ്യൂഷ്വല് നമ്മൾ മനസ്സിലാക്കി നന്നായി കാര്യങ്ങൾ ഒന്നും കൂടി ചെയ്യാൻ പറ്റി. 11ാം പടി